Hi Anjali, congratulations on your French visa. Thank you. Anjali, ഏത് കോളേജിലെ അഡ്മിഷൻ ശരിയായിട്ടുള്ളത്? ഞാൻ ജൂനിയർ ഈസ എന്ന് പറഞ്ഞിട്ട് ലിൽ എന്ന് പറഞ്ഞൊരു സിറ്റിയിലാണ് എൻ്റെ അഡ്മിഷൻ എടുത്തത്. ആൻഡ് കോഴ്സ് മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ഫുഡ് സയൻസാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അഞ്ജലിക്ക് എഡ്യു പാരസ് ചൂസ് ചെയ്ത റൈറ്റ് ഓപ്ഷൻ ആയിട്ട് തോന്നുന്നുണ്ടോ? യെസ്, തോന്നുന്നുണ്ട്. സർവീസിൻ്റെ ഒരു എഫിഷ്യൻസി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് മാത്രമല്ല, സാറിന് ഏജൻസിയിലെ പോലെ അങ്ങനെ സർവീസ് ചാർജ് അങ്ങനെയൊന്നുമില്ല. എനിക്ക് ആകെപ്പാടിൻ്റെ ചിലവായെന്ന് പറയാനായിട്ടും ട്യൂഷൻ ഫീസ്, പിന്നെ ക്യാമ്പസ് ഫ്രണ്ട്സിൻ്റെ ഫീസ്, പിന്നെ VFSൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതിന് മാത്രമേ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് ചിലവായിട്ടുള്ളൂ. അല്ലാതെ വേറെ ഒന്നും അഡീഷണൽ ചാർജസ് അവർ പേ ചെയ്യാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. സോ നല്ലൊരു ഓപ്ഷനായിട്ട് തന്നെ തോന്നുന്നു. സന്തോഷമുണ്ട് വിസ കിട്ടിയതിൽ. പിന്നെ ഞാൻ എഡ്യു പാരസ് അറിയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തിട്ടാണ്. എനിക്ക് സർവീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്ത് ഡൗട്ട് ചോദിച്ചാലും അത് ക്യാമ്പസ് ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ കോളേജിൻ്റെ എന്തെങ്കിലും അഡ്മിനിസ്ട്രേഷൻ അങ്ങനത്തെ ഡൗട്ട്സ് ആണെങ്കിലും വിസയുടെ ആണെങ്കിലും അവർ ഓൾറെഡി അറ്റൻഡ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ അത് ഈവൻ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലും ഫോൺ ചെയ്യുകയാണെങ്കിലും എപ്പോഴായാലും അവർ അത്രയും അറ്റൻറ്റീവായിട്ട് കേട്ട് നമ്മുടെ ഡൗട്ട്സൊക്കെ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് ഭയങ്കര ഈസി ഗോയിങ് ആയിരുന്നു എല്ലാ പ്രോസസ്സും. അതാണ് എനിക്ക് ഏറ്റവും സർവീസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ഫ്രാൻസിൽ പോയി പഠിക്കണം എന്നുള്ളത്. അപ്പം അത് എഡ്യു പാരസിൻ്റെ അസിസ്റ്റൻസും എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി. താങ്ക് യു അഞ്ജലി.